നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ ചിലപ്പോൾ കോടീശ്വരനായ ഒരു മനുഷ്യനാണ് മകൾക്ക് വിവാഹം അന്വേഷിച്ചു വരുന്നത്. പക്ഷേ അന്വേഷണത്തിൽ ആ കോടീശ്വരനായ മനുഷ്യൻ സുന്നിയല്ലാത്ത ഈ ഭർത്താവിനെ നമ്മൾ തിരഞ്ഞെടുത്താൽ അതേ നമ്മുടെ മകളുടെ ദീൻ നമ്മൾ നശിപ്പിച്ചു. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹു തന്ന മകളെ നമ്മൾ നരകത്തിന്റെ വഴിയിലേക്ക് ചേർത്തു. അവളെ കൊണ്ടുപോയി ഒരു സുന്നിയല്ലാത്തവന് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവളതാ പാടില്ലാത്ത പലതിലും ഏർപ്പെടുകയാണ്. പലതും അതേ ബാപ്പക്ക് വേണ്ടി നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അവൾ മാറി നിൽക്കുകയാണ്. അവളുടെ കുട്ടികൾ ഖിയാമത്ത് നാൾ വരെ പിന്നീട് നമുക്കൊരു യാസീൻ ഓതുന്ന മക്കളാവൂല, നമുക്ക് നമ്മുടെ ഖബറിന്റെ അടുക്കൽ വരുന്ന മക്കളാവൂല, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാവൂല. നമ്മൾ എന്തിന് പോറ്റി വളർത്തിയ മകളെ ഈ സുന്നിയല്ലാത്ത മനുഷ്യന്റെ പണം കണ്ടിട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഇവിടെ പണം വല്ലതും തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പണം കൊണ്ട് വല്ലതും നേടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എത്ര കോടീശ്വരന്മാരുണ്ട് മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കിക്കിടക്കുന്നു, ഒരിറ്റ് വെള്ളം കുടിക്കാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, മനസ്സമാധാനമില്ലാതെ, ആരോഗ്യമില്ലാതെ, ക്യാൻസർ ബാധിച്ചു കിടക്കുന്ന എത്ര കോടീശ്വരന്മാർ. ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരായ ആൺകുട്ടികളും ഉമ്മയുടെ കാരുണ്യം മറന്നുപോകാൻ പാടില്ല. ഉമ്മ മരിച്ചാലും ഉമ്മ നമ്മോട് കാണിച്ച കാരുണ്യം ഓർമ്മ വേണം. ഉമ്മയുടെ ഖബറിങ്കിൽ പുരുഷന്മാരാണെങ്കിൽ സിയാറത്തിന് അങ്ങോട്ട് പോകണം. സ്ത്രീകളാണെങ്കിൽ വീട്ടിലിരുന്ന് ഉമ്മാന്റെ പേരിൽ യാസീനും ഫാത്തിയും ഒക്കെ ഓതണം. എന്നിട്ട് പ്രാർത്ഥിക്കണം. ഉമ്മയോടുള്ള വലിയ സ്നേഹം അവർക്ക് മരണശേഷവും നമ്മിൽ നിന്ന് ലഭിച്ചുകൊണ്ടേ ഇരിക്കണം.